നടി തൃഷയ്ക്കെതിരായ ദ്വയാർത്ഥ പരാമർശത്തിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിൻ കസ്റ്റഡിയിൽ. DMK പ്രവർത്തകരുടെ വൻ പ്രതിഷേധത്തെ മറികടന്നാണ് ഉദയനിധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിൽ പലയിടത്തും DMK പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഉദയനിധി സ്റ്റാലിന്റെ മുൻകൂർ ജാമ്യ ഹർജി അല്പസമയത്തിനകം KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ഈ സംഭവം കസ്റ്റഡിയിലെടുത്തതിന് പശ്ചാത്തലമായ സംഭവം എന്താണ്? ജാമ്യ ഹർജി എപ്പോഴാണ് പരിഗണിക്കുക? അല്പസമയത്തിന് തന്നെ, അതായത് കോടതി ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞ് ചേരുമ്പോൾ തന്നെ ഉദയനിധി സ്റ്റാലിൻ്റെ ജാമ്യ ഹർജി പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത, വണ്ടല്ലൂരിൽ വെച്ച് പോലീസ് വാഹനം ഈ DMK പ്രവർത്തകർ തടഞ്ഞിട്ടുണ്ട്. നൂറുകണക്കിന് പ്രവർത്തകരാണ് അവിടെ തടിച്ചുകൂടിയിരിക്കുന്നത്. സ്ഥലത്ത് നേരിയ സംഘർഷാവസ്ഥയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തമിഴ്നാട്ടിലുടനീളം വ്യാപക പ്രതിഷേധമാണ് നടന്നു വരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തിരുച്ചിറപ്പള്ളി, തഞ്ചാവൂർ, അതുപോലെ തന്നെ ചെന്നൈ ഉൾപ്പെടെ എല്ലാ മേഖലകളിലും DMK പ്രവർത്തകർ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. വ്യാപകമായി കടകൾ അടപ്പിച്ചിട്ടുണ്ട്. മയിലാടുതുറയിൽ DMKയുടെ നേതൃത്വത്തിൽ ഒരു ബന്ദ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ DMK ആസ്ഥാനത്ത് പാർട്ടിയുടെ ഉന്നത നേതാക്കളുടെ അടിയന്തര യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യണം എന്നുള്ള കാര്യം ആലോചിക്കുന്നതിനാണ് മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഈ യോഗം ചേരുന്നത്. പലയിടത്തും ഈ പ്രതിഷേധം അക്രമ സംഭവങ്ങൾക്ക് വഴിമാറുന്നു എന്നുള്ള വാർത്തകൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും TVK സർക്കാർ അല്ലെങ്കിൽ തമിഴ്നാട് പോലീസ് എടുത്തു ചാടി ഒരു അറസ്റ്റിലേക്ക് പോയി അല്ലെങ്കിൽ കസ്റ്റഡിയിലേക്ക് പോയി എന്നുള്ള ഒരു വികാരം ശക്തമാണ്. ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞ കാര്യത്തിൽ സ്വാഭാവികമായിട്ടും കേസെടുക്കേണ്ട പരാമർശം തന്നെയാണ്. സ്ത്രീത്വത്തെ അങ്ങേയറ്റം അധിക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശം തന്നെയാണ് കാവേരി പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നടത്തിയ സമ്മേളനത്തിൽ ഉദയനിധി സ്റ്റാലിൻ നടത്തിയത്. അതിൽ കേസെടുത്തു. പക്ഷേ തൊട്ടു പിന്നാലെ നാടകീയമായി അറസ്റ്റിലേക്ക് പോകേണ്ട ഒരു തിടുക്കം പോലീസ് കാണിച്ചു എന്നുള്ള വിമർശനം ശക്തമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പോലീസ് കേസെടുത്തതിന് പിന്നാലെ തന്നെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഉദയനിധി സ്റ്റാലിൻ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് നീങ്ങിയിരുന്നു. ഈ കോടതിയിൽ നിന്ന് സമ്മേളിച്ചപ്പോൾ തന്നെ, കോടതിയിൽ നിന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഈ വിഷയം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. 12 മണി വരെ അറസ്റ്റ് പോലുള്ള നടപടികളിലേക്ക്, കടുത്ത നടപടികളിലേക്ക് പോകരുത് എന്നാണ് കോടതി പറഞ്ഞിരുന്നത്. പക്ഷേ ആ നിർദ്ദേശം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഏതാണ്ട് 10:30 ഉദയനിധി സ്റ്റാലിനെ നീലാങ്കരയിലെ വീട്ടിൽ നിന്ന് തഞ്ചാവൂർ പോലീസ് എത്തി. ജോയിന്റ് കമ്മീഷണറായിട്ടുള്ള വിജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം. തമിഴ്നാട് വൈകാരികമായി ജനങ്ങൾ എങ്ങനെ ഇതിനെയൊക്കെ സമീപിക്കുമെന്നത് നമുക്ക് വളരെ വ്യക്തമായി അറിയുന്നതാണ്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? പോലീസ് അതീവ ജാഗ്രതയിലാണോ ഇപ്പോൾ? തീർച്ചയായിട്ടും സുരക്ഷ എല്ലാ നഗരങ്ങളിലും സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മയിലാടുതുറയിൽ വളരെ ബലം പ്രയോഗിച്ചുകൊണ്ട് കടകൾ അടപ്പിക്കാൻ DMK പ്രവർത്തകർ നോക്കുന്നുണ്ട്. ഇതിനെ TVK പ്രവർത്തകർ ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്നു. ഒരു സംഘർഷാവസ്ഥ പലയിടത്തും നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ വണ്ടല്ലൂരിൽ വെച്ച് പോലീസ് വാഹനം തടയുന്ന ഒരു നടപടി കൂടി ഉണ്ടായത്. ഇവിടെയും സംഘർഷാവസ്ഥ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പലയിടത്തും TVK ഒരു വശത്ത് ഈ ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് അല്ലെങ്കിൽ കസ്റ്റഡി ആഘോഷിക്കുന്നു, മധുര വിതരണം ചെയ്യുന്നു. മറുവശത്ത് DMK പ്രവർത്തകർ വ്യാപകമായിട്ട് നിരത്തിലിറങ്ങി പ്രതിഷേധിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഒരു വലിയ സംഘർഷത്തിലേക്ക് പോകാവുന്ന ഒരു സാഹചര്യം അവിടെ നിൽക്കുന്നുണ്ട്. 2001 ജയലളിത കരുണാനിധിയെ പാതിരാത്രിക്ക് അറസ്റ്റ് ചെയ്ത സംഭവമൊക്കെ നമുക്ക് ഇപ്പോൾ അറിയാം. പല മുതിർന്ന മാധ്യമപ്രവർത്തകരും അതൊക്കെ അതിനോട് ഉപമിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ അറസ്റ്റിനെ കാണുന്നത്. അതായത് എതിർ ശബ്ദങ്ങളെ, പ്രതിപക്ഷ ശബ്ദത്തെ അടിച്ചൊതുക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം വിജയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നു എന്നുള്ളൊരു വിമർശനം അവിടെ ശക്തമാണ്. ഏതായാലും ഈ കാവേരി നദീതർക്കം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ DMK
TVK'ക്കെതിരെ വ്യാപക വിമർശനം ഉന്നയിച്ചിരുന്നു. സ്വാഭാവികമായിട്ടും ഒരു പ്രതിരോധത്തിലേക്ക് TVKയും മുഖ്യമന്ത്രിയും പോയിരുന്നു. അതിനെ മറികടക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ജനശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഒരു കസ്റ്റഡിയിലേക്കും അറസ്റ്റ് നടപടികളിലേക്കും ഒക്കെ പോയത് എന്നുള്ളൊരു വിമർശനമാണ് DMK കേന്ദ്രങ്ങൾ പ്രധാനമായിട്ടും ഉയർത്തുന്നത്. പാർലമെന്റിലും DMK ഈ വിഷയം ഉന്നയിച്ചു. ഏതായാലും TVK'ക്ക് അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ ഭരിക്കുന്ന പാർട്ടിക്ക് പാർലമെന്റിൽ ഇക്കാര്യത്തിൽ പ്രതിനിധികളില്ലാത്തതിനാൽ തന്നെ അവരുടെ വാദം പറയാൻ സാധിക്കുകയില്ല. അതിനാൽ ഈ വിഷയം ഇവിടെ അവതരിപ്പിക്കേണ്ടതില്ല, ചർച്ച ചെയ്യേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സഭാധ്യക്ഷൻ എടുത്തത്. ഏതായാലും വ്യാപക പ്രതിഷേധമാണ് തമിഴ്നാട്ടിൽ ഉടനീളമുള്ളത്. അല്പസമയത്തിനകം ഏതാണ്ട് 2 മണിക്ക് ശേഷം KB ശ്രീധരാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പങ്കുവച്ചത്. ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റ് ഭീരുത്വം നിറഞ്ഞ നടപടിയെന്ന് DMK MP കനിമൊഴി. DMK'ക്കെതിരെ പ്രതികാര നടപടി സ്വീകരിക്കാൻ ആണ് എങ്കിൽ വിജയ് സർക്കാർ കേസെടുക്കട്ടെ. കോടതി നടപടികൾ ക്രമപ്രകാരം നടക്കണം. എന്നാൽ നാളെ നിയമസഭ ചേരാനിരിക്കെ ഉദയനിധിയെ മാറ്റി നിർത്താൻ വേണ്ടിയാണ് അറസ്റ്റിലേക്ക് സർക്കാർ കടന്നത് എന്നും കനിമൊഴി ആരോപിച്ചു. എക്സിലൂടെയായിരുന്നു കനിമൊഴിയുടെ പ്രതികരണം.